നമ്മൾ കെമിസ്ട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മിസ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരൂ, ഏതാണ് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന്. അപ്പൊ കെമിസ്ട്രിയുടെ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മളുടെ ചാപ്റ്ററിന്റെ വെയിറ്റേജിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളവരായിരിക്കണം. അപ്പൊ നമ്മളുടെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനും അതേപോലെ തന്നെ ഏറ്റവും അധികം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് നോക്കൂ. സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, ഓർഗാനിക് കെമിസ്ട്രി അല്ലെ. ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺസ് ആണ് മേജോറിറ്റി 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ നമ്മളുടെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ദെൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, പി ബ്ലോക്ക് എലമെന്റുകൾ, ഇവരൊക്കെ കൂടുതൽ. പിന്നെ 4 മാർക്കിന് ചോദ്യം ചോദിക്കുന്ന സെഷൻ ഉണ്ട്. ദെൻ 3 മാർക്കിന് ഹൈഡ്രജൻ, റിഡോക്സ് റിയാക്ഷൻ, എസ് ബ്ലോക്ക് എലമെന്റുകൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ആൻഡ് ഏറ്റവും കുറവ് മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എൻവയോൺമെന്റൽ കെമിസ്ട്രിക്കാണ്. പൊതുവേ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി എപ്പോഴും എന്താണ്, കുറച്ച് വാസ്റ്റ് ആയിട്ട് കുറേ തിയറി വരുന്ന ഒരു ചാപ്റ്റർ ആണ്. കുറേ ഉണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഹൈഡ്രോ കാർബൺസ് പഠിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ നമ്മൾ ഈ എൻവയോൺമെന്റൽ കെമിസ്ട്രിയും പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, കുറേ നേരം ഈ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലെ ഒരു കാര്യമില്ലാത്ത കുറേ തിയറികൾ പഠിച്ചിട്ട് നേരം കളയും. അതിന്റെ ഒരു ആവശ്യമില്ല. എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിന്ന് പഠിച്ചാൽ മതി. പകരം ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ, ഹൈഡ്രോ കാർബൺസ് ആയിക്കോട്ടെ, മിസ്സാവാതെ എല്ലാ ടോപ്പിക്സും പഠിക്കുക. കെമിക്കൽ ബോണ്ടിങ് അതെ, സ്ട്രക്ചർ ഓഫ് ആറ്റം അതെ, അതിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും എന്നുള്ള പോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോൾ പഠിക്കണം അല്ലെ, നമ്മൾ പഠിക്കേണ്ട ടൈം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. മിസ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് രാവിലെ എണീറ്റ് പഠിക്കാൻ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റാത്ത ഒരാളാണ്. ചിലർക്ക് രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തീരെ തലേ കയറില്ല, ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കണമായിരിക്കും ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ ടൈം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പക്ഷെ മിസ്സിന്റെ അടുത്തൊരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ മിസ് എപ്പോഴും പറയും, കെമിസ്ട്രി പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അതിരാവിലെ നിങ്ങൾ എണീറ്റ് പഠിക്കുക. ഒരു 5:30 ആകുമ്പോൾ മതി. നിങ്ങൾ എണീറ്റ് ഒരു 5-5:30 ആകുമ്പോൾ എണീറ്റിരുന്ന് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും സ്പീഡായിട്ട് ഒരിക്കലും നിങ്ങളുടെ തലയിൽ കയറില്ല. അത്ര സ്പീഡായിട്ട് അത്ര ഈസി ആയിട്ടായിരിക്കും ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ പഠിക്കും അല്ലെ, ഇവരെല്ലാവരും വൊളറ്റൈൽ ആണ് അല്ലെ. തുറന്നു വെച്ചാൽ നമ്മളുടെ സാനിറ്റൈസർ ഒക്കെ പോലെ ആവിയായി പോകുന്ന ആളുകളാണ്. പക്ഷേ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, മിസ് പഠിച്ചപ്പോൾ എല്ലാം ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം ഒന്നും അറിയില്ല. അപ്പം ഈ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മളുടെ തലയിൽ നിന്ന് ആവിയായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ എഴുതി പഠിക്കണം. ഓക്കെ, നോമൻക്ലേച്ചർ ആയിക്കോട്ടെ, കെമിക്കൽ ഇക്വേഷൻസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ എന്താ റിയാക്ഷനുകളൊക്കെ, നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ എഴുതി പഠിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ തലയിൽ നിന്ന് ആവിയായി പോവാതിരിക്കുക കേട്ടോ. അപ്പം കെമിസ്ട്രി പഠിക്കുമ്പം മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുക, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മളുടെ കൺസെപ്ച്വൽ വീഡിയോസ് ഉണ്ടല്ലേ, ഓരോ കൺസെപ്റ്റും മിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കൺസെപ്ച്വൽ വീഡിയോസ് ഉണ്ട്. ദെൻ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് എന്താണ്, നമ്മളുടെ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് വന്നിട്ട് ജോയിൻ ചെയ്ത് കാണാം. വെറുതെ പാസീവ് ആയിട്ട് നമ്മളുടെ ലൈവ് ക്ലാസ്സസ് കണ്ടാൽ മാത്രം മതി ഇല്ല, എന്ത് ചെയ്യണം, നിങ്ങൾ പാസീവ് ആയിട്ട് കണ്ടാൽ മാത്രം മതിയില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടെ നോട്ട്സ് എഴുതണം. ആക്റ്റീവ് ആയിട്ട് പറയുന്ന ട്രിക്കും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്യണം. സോ ദാറ്റ് എന്താണ്, ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചാപ്റ്ററുകളെ അറിഞ്ഞ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇനിയെങ്കിലും ഇന്നു മുതൽ എന്താണ്, ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. ഉള്ള സമയം നല്ലോണം ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്സ് മേടിക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.